പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നോ ഏറ്റവും സിമ്പിളായിട്ട് IAS പഠിക്കാൻ എളുപ്പം, അതോ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണോ പഠിക്കാൻ എളുപ്പം? നിങ്ങളുടെ റാങ്കിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച അക്കാഡമി തന്നെയാണ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം അല്ലെ? അതായത് iLearn IAS അക്കാഡമി. എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ഹസ്ബൻഡിനായിരുന്നു. പ്രിലിംസ് എഴുതുമ്പോഴേ പറയും നിനക്ക് എന്തായാലും കിട്ടുന്നു. ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് എൻ്റെ അടുത്ത് നീ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, നിനക്ക് എഴുതേണ്ടി വരത്തില്ല, നിനക്ക് ഉറപ്പായിട്ടും കിട്ടുന്നു. ഏറ്റവും കൂടുതൽ ഈ അൺറിയലിസ്റ്റിക് പ്രതീക്ഷ എന്നിൽ വെച്ചത് എൻ്റെ ഹസ്ബൻഡ്. പുള്ളിയുടെ ഒരു കോച്ചിങ് കൊടുക്കണം എല്ലാവർക്കും. ഹസ്ബൻഡുമാർക്ക് ഒരു കോച്ചിങ്, ഹസ്ബൻഡുമാർക്ക് കോച്ചിങ് കൊടുക്കണേ. പുള്ളിയുടെ പേരെന്താ? അരവിന്ദ്. UPSC എക്സാം ഒരുപാട് ബുക്കിഷ് നോളജ് ചെക്ക് ചെയ്യുന്നതിലും ജനറൽ അവയർനെസ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ഇപ്പം കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്, അണ്ണാൻ കൂട് കൂട്ടുന്നത് മരത്തിന്റെ മണ്ടയിലാണോ മണ്ണിന്റെ അടിയിലാണോ? ഇപ്പൊ എനിക്ക് വേണ്ട ഒരു പ്രോസസ്സും ഒരു സ്കെഡ്യൂളും കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റിവിഷനും എല്ലാ iLearn നിന്ന് കിട്ടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. 6 years കഴിയുമ്പം IFS ഓഫീസേഴ്സ് പൊതുവെ 3 years ഡൽഹിയിൽ സെർവ് ചെയ്യും. പിന്നെ അടുത്ത 3 years, ഇപ്പൊ ഓരോ 3 yearsഉം കൺട്രി പല പല കൺട്രിയിലായിരിക്കും. അങ്ങനെ ഒരു 2-3 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഡൽഹിയിലോട്ട് വരും, അണ്ടർ സെക്രട്ടറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും. എനിക്ക് പറയാനുള്ളത് iLearnൽ വന്ന iLearn വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ തരും, ഒരു നല്ല പ്രോസസ്സ് തരും ഫോളോ ചെയ്യാൻ. അത് ഡിലിജന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ കഴിവിലൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മൾ സ്കൂളിൽ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളാണോ, കോളേജിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്ത ആളാണോ, അങ്ങനെയൊന്നുമില്ല. ഇത് സാധാരണ കുട്ടിക്കും പറ്റും. ഇവിടെ റാങ്ക് എത്രയായിരുന്നു? 95. അവിടെയോ? 81. ഓക്കെ. ഇവരിപ്പോ പറഞ്ഞു വരുന്നത് സ്കൂളിലെ റാങ്കോ കോളേജിലെ റാങ്കോ ഒന്നുമല്ല, ഇത് അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് റാങ്ക് ചോദിച്ചേ, റാങ്ക് എത്രയായിരുന്നു? മറന്നുപോയി. പഠിച്ചതൊക്കെ ആക്ച്വലി എത്രയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇത് ഞാൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഈ 2 പേര്. ശരിക്കും പറയുകയാണെങ്കിൽ ദേവിക പ്രിയദർശിനി ആൻഡ് റിനു അന്ന മാത്യു 2 പേരും. അപ്പൊ ദേവികയ്ക്ക് 95 ആൻഡ് അന്നയ്ക്ക് 81. ഭയങ്കര സംഭവമാണ്. അതും IASന്. കൺഗ്രാറ്റുലേഷൻ. ക്ലാപ്പ് പിടിക്കും, നിങ്ങൾ കൂടെ ക്ലാപ്പ് പിടിക്കും, എന്നാലും പവർ വരും. സ്വന്തമായിട്ട് ഞാൻ ഈ കൈയടിയൊക്കെ ചോദിച്ചു വാങ്ങുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രൗഡ് മൊമെന്റ് ആണ് ഈ കൈയടിക്ക്. ഭയങ്കര സന്തോഷം തോന്നുന്നു. ദേവിക, എത്ര നാളത്തെ കഷ്ടപ്പാടാണിത്? കുത്തിയിരുന്ന് 2 വർഷം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. കുത്തിയിരുന്ന് 2 വർഷം. 2 വർഷം മതിയായിരുന്നു അല്ലേ? 2 വർഷം മതിയായിരുന്നു. 2 വർഷം മാർച്ച് 2023 മുതൽ ഏപ്രിലിലെ 11 ഇന്റർവ്യൂ വരെ 2025 വരെ കുത്തിയിരുന്ന് പഠിച്ചതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. പഠിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിക്കണം, കുറെ ടെസ്റ്റ് എടുക്കാനുണ്ട്, കുറെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. മനസ്സിലായി. അന്ന സ്വപ്നത്തിലാണ് എപ്പോഴും. 81 ചില്ലറ റാങ്ക് ഒന്നുമല്ല, വലിയൊരു കാര്യം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ ഓർക്കുകയാണ്, നിങ്ങളുടെ മുന്നേ പറയാണ്, കിരൺ എന്നാണ് എൻ്റെ കൂട്ടുകാരൻ്റെ പേര്. ലാസ്റ്റ് ചാൻസിലാണ് 100ാമത്തെ റാങ്ക് മേടിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ IPS ആയിട്ട് ഫോർട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം, പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ചാൻസിലാണ്. അന്നയുടെ എത്രാമത്തെ ചാൻസ് ആയിരുന്നു? എന്റെ 4th attempt. എന്റെ പിന്നെ ഇനി ഒരു തവണയും കൂടെ ഉണ്ടായിരുന്നു. 6 attempts ഉണ്ട്. ഓക്കെ, ജനറലില് 6 ഉണ്ട്. ഓക്കെ, ശരി. അല്ലാതെ അല്ലെങ്കിൽ 5 attempt ആണ്, എങ്ങനെയാണത്? അല്ല, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 6 attempt, പിന്നെ OBC ആണെങ്കിൽ 9 attempt, SC ആണെങ്കിൽ അൺലിമിറ്റഡ് attempts വരും, ടിൽ ദ ഏജ് ലിമിറ്റേഷൻ വെച്ച്. ഓ, അങ്ങനെയുണ്ട്. ശരി. അന്ന എങ്ങനെയായിരുന്നു? ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടോ? എങ്ങനെയായിരുന്നു സംഭവം? അന്നയുടെ ലേണിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്റെ ഫസ്റ്റ് 2 അറ്റംപ്റ്റും ഞാൻ ഫുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 3rd attempt ആയപ്പോഴത്തേക്കും പിന്നെ iLearnൽ പഠിപ്പിക്കാൻ കയറി. അവിടെ പഠിപ്പിക്കാൻ കയറി. 3rd attempt ആയപ്പോ പിന്നെ ഫാക്കൽറ്റി ആയിട്ട് കയറി. പിന്നെ അടുത്ത 4th attempt പഠിപ്പിച്ചോണ്ടിരിക്കും. ഈ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇനി പഠിച്ചിട്ട് കാര്യമില്ല, പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്ന സാധനമാണോ? അങ്ങനെയല്ല, ഞാൻ ഈ 2nd attempt കഴിഞ്ഞിട്ടും എന്റെ 3rd attemptന്റെ പ്രിലിംസിന് വേണ്ടി മാരക പ്രിപ്പറേഷൻ നടത്തിയായിരുന്നു. എന്നിട്ട് 8 നിലയിൽ പൊട്ടി. ഭയങ്കരമായിട്ട് സങ്കടമായി. പൊട്ടി, റാങ്ക് പോലും കാണാതെ പ്രിലിംസ് പോലും പാസ്സായില്ല. അതാണ് 8 നില സ്റ്റേജ് ഉണ്ട്. നിങ്ങളുടെ നില എനിക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ നില ഏത് നിലയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ശരി. ഇത് കേൾക്കുമ്പോ നമുക്കൊരു ത്വര വരുള്ളൂ. പറയാം. അപ്പൊ അങ്ങനെ ഇതുപോലും വന്നില്ല, പ്രിലിംസ് പോലും കിട്ടിയില്ല. 24 വയസ്സായി, വീട്ടിലെല്ലാ മാസവും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ച പരീക്ഷ പാസ്സാവുന്നില്ല. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഞാൻ RBI എഴുതി പൊട്ടി, CDS എഴുതി പൊട്ടി. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത പൈസ ആയിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് വീട്ടില് പൈസ ചോദിക്കാതിരിക്കേണ്ട ഒരു കണ്ടീഷൻ. മെയിൻ മോട്ടിവേഷൻ വീട്ടിലെ പൈസ ചോദിക്കലായിരുന്നു 81-ലെത്തി.
അങ്ങനെ അവർക്ക് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു അഭിമാനമൊക്കെ വരുമല്ലോ. മനസ്സിലായി. അപ്പൊ പിന്നെ പഠിപ്പിക്കാൻ കയറി. പിന്നെ പഠിപ്പിക്കാൻ കയറിയപ്പോഴത്തേക്കും പിന്നെ നമുക്കിപ്പോ കുറച്ച് സമയം പഠിക്കാനുള്ളൂ. അപ്പൊ ആ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ദേവികയെ പഠിപ്പിച്ചിട്ടുണ്ടോ? ദേവിക ഞാൻ ഇന്റർവ്യൂ പ്രിപ്പറേഷനാണ് മീറ്റ് ചെയ്യുന്നത്. ഓ, ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് അപ്പോഴാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ശരിക്കും അന്നടുത്താണ് എനിക്ക് കുറച്ച് ചോദ്യം ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ദേവികയിലേക്ക് വരാം. അന്ന, ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നോ ഏറ്റവും സിമ്പിൾ ആയിട്ട് IAS പഠിക്കാൻ എളുപ്പം, അതോ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണോ പഠിക്കാൻ എളുപ്പം? എനിക്ക് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു അഡീഷണൽ ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ട്. കാരണം നമ്മൾ ഈ പിള്ളേരോട് ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെ ആൻസർ എഴുതണമെന്ന് പറയും. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ട്, ഈ പിള്ളേരെ ആലോചിക്കും ഇത്രയൊക്കെ ചെയ്തിട്ട് മാഡം എന്താ പാസ്സാവുന്നത്, അവരാലോചിക്കുമോ എന്നൊരു പേടി എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ പിന്നെ മറ്റത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കും. ഈ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ പ്രിലിംസ് കഴിയുമ്പോൾ പിള്ളേരെല്ലാം വന്ന് മാഡം എന്തായി മെയിൻസ് കഴിയുമ്പോൾ എന്തായി. അപ്പൊ എനിക്ക് പഠിപ്പിക്കുന്നത് ഒരു ആഡഡ് എമൗണ്ട് ഓഫ് പ്രഷർ ആയിരുന്നു ശരിക്കും. മനസ്സിലായി. പ്രിപ്പറേഷനെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും കാര്യങ്ങൾക്ക്. നമ്മൾ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ പോയിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. സൂപ്പർ. ചുമ്മാ ഒരു IAS അക്കാഡമി പോയി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ എഫേർട്ട് കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ റാങ്കിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച അക്കാഡമി തന്നെയാണ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം അല്ലേ? അതായത് iLearn IAS അക്കാഡമി. ഇത് എവിടെയായിരുന്നു ആക്ച്വലി സ്ഥലം? പാളയം, വാൻഡ്രോസ് ജംഗ്ഷൻ. ആരാ ഇതിനെപ്പറ്റി iLearn IAS അക്കാഡമിയെ പറ്റി പറഞ്ഞിരുന്നത് നിങ്ങളടുത്ത്? ആരാ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ? ദേവിക പറഞ്ഞു. ഞാൻ മലയാളം ഓപ്ഷണൽ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് iLearn ചേരുന്നത്. അപ്പൊ എന്റെ കോളേജിൽ നിന്നുള്ള സീനിയേഴ്സിന്റെ ഒക്കെ പോസ്റ്റ് ഞാൻ iLearn കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ബലത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ട് എന്റെ ബലത്തിലാണ് iLearn വന്ന് ചേരുന്നത്. ഇന്ന ആൾ പറഞ്ഞിട്ടല്ല. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇവിടെ കാലെടുത്ത് വെച്ചപ്പോ 1 day 95 ഞാൻ മേടിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് കിട്ടുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഏതെങ്കിലും ഒരു വർഷം നേടും? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് നേടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും കൂടെ റെഡിയായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ട ഒരു പ്രോസസ്സും ഒരു സ്കെഡ്യൂളും കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റിവിഷനും എല്ലാം iLearn നിന്ന് കിട്ടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. iLearnന്റെ കോഴ്സിന്റെ ഓവർവ്യൂ ഒക്കെ കിട്ടിയപ്പോ അങ്ങനെയാണ് പിന്നെ ധൈര്യത്തോടെ മുമ്പോട്ട് പോയപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എത്ര റാങ്ക് കിട്ടുമെന്നൊന്നുമല്ല, സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ കയറും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ആരാ സജസ്റ്റ് ചെയ്തേ അന്നയ്ക്ക്? എന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അവൻ ഓൾറെഡി iLearnലായിരുന്നു പഠിച്ചത്. റാങ്ക് കിട്ടിയോ? ഇല്ല. കോൺഫിഡൻസ് നോക്കണം പോയി പഠിക്കാം. അപ്പൊ അത്രയും റിസൾട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു സാധനം പുള്ളി പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ ചെന്ന് ജോയിൻ ചെയ്തു? ഞാൻ മറ്റേ ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ടാണ് iLearnലോട്ട് വരുന്നത്. പ്രിലിംസ് ടെസ്റ്റ് സീരീസും എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ടെസ്റ്റ് സീരീസ് ഒക്കെ നല്ലതായിരുന്നു. എക്സാം ആണോ ദേവിക ഏറ്റവും ഇപ്പൊ പ്രാധാന്യം? എക്സാം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ ഉണ്ട്, ഇതിന്റെ ഒരു പ്രോസസ്സ്. ഏതാ ഏറ്റവും ടഫസ്റ്റ് എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാനുള്ളത്? ഈ റാങ്ക് കിട്ടിയിട്ടും എൻ്റെ ഒരു സംശയമാണ്, റാങ്ക് കിട്ടിയിട്ടും നമ്മൾ ഇന്റർവ്യൂവിൽ പോവാം അങ്ങനെ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇത് ഒറ്റ പ്രോസസ്സാണ്. മെയിൻസ് ഇന്റർവ്യൂ, അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓ, അങ്ങനെയാണല്ലേ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാണ് ഞങ്ങള്. ഓ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അതും കൂടെ കൂട്ടിയിട്ടാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ്. ആക്കട്ടെ, ഓക്കെ, ശരി. എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പോ നിങ്ങൾ എന്താണ് ദേവിക ചൂസ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? എനിക്ക് UPSCയിൽ ഫോറിൻ സർവീസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർവ്യൂവിന് മുമ്പേ നമ്മള് സർവീസ് പ്രിഫറൻസ് ഒക്കെ കൊടുക്കും. ഓക്കെ, ശരി. അന്ന എന്താണ്? ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഫോറിൻ സർവീസ് തന്നെ വെച്ചത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫോറിൻ സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ്? ഡൽഹി ഡെപ്യൂട്ടേഷൻ വരാറുണ്ട്. നമ്മളിപ്പോ ഒരു 6 years കഴിയുമ്പോൾ IFS ഓഫീസേഴ്സ് പൊതുവെ 3 years ഡൽഹിയിൽ സെർവ് ചെയ്യും. പിന്നെ അടുത്ത 3 years, ഇപ്പൊ ഓരോ 3 yearsഉം പല കൺട്രിയിലായിരിക്കും. അങ്ങനെ ഒരു 2-3 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഡൽഹിയിലോട്ട് വരും, അണ്ടർ സെക്രട്ടറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും. റാങ്ക് കിട്ടിയതിന് ശേഷം റാങ്ക് കിട്ടിയതിന് മുന്നേ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ദേവിക? ഫോൺ കോൾസ് കൂടി. എന്റെ ഫോണിൽ ആരും വിളിക്കില്ലായിരുന്നു. സീരിയസ്? അത് ഫോൺ എടുത്ത് എറിയായിരുന്നോ അതോ കയ്യിലുണ്ടായിരുന്നു? ആക്ച്വലി ഫോണെല്ലാം കയ്യിലുണ്ട്. പക്ഷെ അച്ഛൻ എന്റെ ഹസ്ബൻഡ് ഈ 2 കോൾസ് മാത്രമേ വരുവുള്ളായിരുന്നു. വേറെ ആരും വിളിക്കില്ലായിരുന്നു. ആരും വിളിക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര വിഷമായിരുന്നു, ഡിപ്രഷൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിറയെ ഫോൺ കോൾസ് ആണ്. ഇപ്പൊ കുറെ പേർക്ക് അറിയാം. പിന്നെ എന്റെ വീട്ടില് ഏറ്റവും വലിയ സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഒരു ഉത്തരവുണ്ട്. എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ പറയാം, ഇത്രയും നാൾ അവർക്ക് ഉത്തരം ഇല്ലായിരുന്നു.
ഭയങ്കര ഫീലാണ്, എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഹസ്ബൻഡ് എന്താ പറഞ്ഞു? അതിന് സങ്കടം തോന്നിയല്ലേ? അല്ലേ? ചെറിയൊരു ഹസ്ബൻഡ് എന്താ പറഞ്ഞു? ഹസ്ബൻഡ് ഇങ്ങനെ റിസൾട്ട് വന്നപ്പം ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു പുള്ളിക്ക്? അല്ല, ഞാനിങ്ങനെ റിസൾട്ട് PDF നോക്കിയിട്ട് ഞാൻ കരഞ്ഞോണ്ടാണ് അച്ഛൻ്റെ അടുത്തും അവരടുത്തുണ്ടായിരുന്നു, അവരടുത്തോട്ട് ചെന്നു. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് വിചാരിച്ച് കിട്ടിയില്ലാന്ന്. അപ്പൊ പുള്ളിയെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞെട്ടിയത്. അപ്പൊ ഞാൻ അല്ല കിട്ടി എന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ഹസ്ബൻഡിനായിരുന്നു. പ്രിലിംസ് എഴുതുമ്പോഴേ പറയും നിനക്ക് എന്തായാലും കിട്ടുന്നു. ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് എന്റെ അടുത്ത് നീ എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, നിനക്ക് ഇത് എഴുതേണ്ടി വരത്തില്ല, നിനക്ക് ഉറപ്പായിട്ടും കിട്ടുന്നു. ഏറ്റവും കൂടുതൽ ഈ അൺറിയലിസ്റ്റിക് പ്രതീക്ഷ എന്നിൽ വെച്ചത് എന്റെ ഹസ്ബൻഡ്. പുള്ളിയുടെ ഒരു കോച്ചിങ് കൊടുക്കണം എല്ലാവർക്കും. ഹസ്ബൻഡുമാർക്ക് ഒരു കോച്ചിങ്, ഹസ്ബൻഡുമാർക്ക് കോച്ചിങ് കൊടുക്കണേ. പുള്ളിയുടെ പേരെന്താ? അരവിന്ദ്. അരവിന്ദ്. നിങ്ങൾ ആവശ്യമില്ലാത്ത റൊമാൻറ്റിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഭാര്യ ഭയങ്കരമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ് ആണ് ശരിക്കും. അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇവിടെ അന്ന എങ്ങനെയായിരുന്നു റിസൾട്ട് ആ കാര്യം അറിഞ്ഞപ്പോൾ? എന്റെ റിസൾട്ട് വന്നപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ചാടിയേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ സന്തോഷം. അപ്പനെ വിളിച്ചപ്പോ അപ്പൻ വിശ്വസിച്ചില്ല. പക്ഷെ നിനക്കോ 881 811 വല്ലതും ആയിരിക്കും എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. 2 റീനും ഉണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പൻ ഉടനെ പുറത്തുനിന്ന് പോയിട്ട് ഓടി വീട്ടിലോട്ട് വന്നിട്ട് റാങ്ക് ഇങ്ങനെ PDF ആയിട്ടാണ് നമുക്ക് വരുന്നത്. PDF ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഒന്ന് വിശ്വാസമായത്. എങ്ങനെയാണ് റാങ്ക് കിട്ടിയതിനു ശേഷം, റാങ്ക് കിട്ടുന്നതിന് മുന്നേ? എനിക്ക് റാങ്ക് കിട്ടിയതിന് ശേഷം മറ്റേ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഉദ്ഘാടനങ്ങളും ഞാനാണ് നടത്തുന്നത്. അവിടുത്തെ പൊന്നാട മൊത്തം അടുക്കി വെച്ചേക്കാ വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ അടുക്കടുക്കായിട്ടല്ലേ? അത് റീസെന്റ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മീൻകട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ എല്ലാ ദിവസവും വരുന്നവരുടെ പേര് എഴുതി വെക്കും. എന്നിട്ട് സൺഡേ ഒരു നറുക്കെടുപ്പുണ്ട്. നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്നവർക്ക് 1 കിലോ മീൻ കൊടുക്കും. നറുക്കെടുക്കാൻ എന്നെ ചെന്നു. ഇപ്പൊ ഉള്ള നറുക്കെടുപ്പിലൊക്കെ പങ്കെടുത്തോണം. കാരണം ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം ഈ തിരക്കിന്റെ ഭാഗമായിട്ട് ഇവിടെയാണോ അവിടെയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ വിഷമിക്കും. അപ്പം ആവശ്യമുള്ള നാട്ടുകാർക്കുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ സാധിച്ചു കൊടുക്കും. അല്ല, അവിടെ ലോക്കൽ മീഡിയ ഒക്കെ വന്ന് മറ്റേ താഴ്മയുടെയും വിനയത്തിന്റെ നിറകൊണ്ട് ഒരു വേറെ തന്നെ ഒരു ഫേസിൽ കൂടാണ് മനസ്സിലായി. എനിക്കിപ്പോ 34 വയസ്സായി. എനിക്ക് എഴുതാൻ പറ്റുമോ? എന്താ നിങ്ങൾ ചിരിക്കുന്നത്? കാറ്റഗറി ജനറൽ ആണോ OBC? OBC ആണെങ്കിൽ 35 വരെ പറ്റും. 35 വരെ പറ്റും അല്ലേ? ഒരു അറ്റംപ്റ്റിനുള്ള ഒരു. അപ്പോ ഞാൻ ഏത് അക്കാഡമി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. വേറെ ഏതെങ്കിലും അക്കാഡമി വല്ലതും ഉണ്ടോ? ഞാൻ ഐലാൻഡിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. അങ്ങോട്ട് വന്നോളൂ. 1 വർഷം കൊണ്ട് എനിക്ക് പറ്റുമോ? എനിക്ക് എടുക്കാൻ പറ്റുമോ? അതങ്ങ് IAS എനിക്ക് നേടാൻ പറ്റുമോ? അല്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ എനിക്ക് സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറയാം. തിരിഞ്ഞു നിന്നെല്ലാം പറയണം. എന്റെ മുഖത്ത് നോക്കിയാൽ സത്യസന്ധത വരില്ല. ഉള്ള പറ, എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ഇന്നേ വരെ ജീവിതത്തിലെ ഒരു മെഡൽ പോലും എന്റെ പഠിത്തത്തിൽ ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ കരിയറിൽ ഞാൻ ഈ ജോലിക്ക് കയറിയതിനു ശേഷം എന്റെ വീട്ടിൽ ഈ പൊന്നാടയൊക്കെ അടുക്കി വയ്ക്കുമ്പോഴാണ് മൊമെന്റോസും അവാർഡ്സും ഒക്കെ നിരന്ന് വന്നിട്ടുള്ളത്. അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷെ എനിക്ക് ഒരൊറ്റ വർഷം നിങ്ങളുടെ സ്റ്റോറി കേട്ടപ്പം IAS അക്കാഡമിയിൽ പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. വന്നു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നടക്കുമോ? അതോ അതിന് കുറെ പ്രോസസ് ഉണ്ടോ? എങ്ങനെയാണ് ദേവിക? എന്താണ് ദേവിക ഭയങ്കര പോസിറ്റീവ്, ഹസ്ബൻഡിനെ പോലെ ദേവിക? യെസ്, എനിക്ക് പറയാനുള്ളത് ഐലാൻഡിൽ വന്ന ഐലാൻഡ് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ തരും. ഒരു നല്ല പ്രോസസ്സ് തരും ഫോളോ ചെയ്യാൻ. അത് ഡിലിജന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ കഴിവിലൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മൾ സ്കൂളിൽ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളാണോ, കോളേജിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്ത ആളാണോ, അങ്ങനെയൊന്നുമില്ല. ഇത് സാധാരണ കുട്ടിക്കും പറ്റും. ഓക്കെ. പഠിത്തത്തിന്റെ സ്റ്റൈലൊക്കെ എങ്ങനെയായിരുന്നു? രാവിലെ തൊട്ട് ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഹോം ടൂർ പോലെ നിങ്ങളുടെ 1 ഡേ ടൂർ പഠിത്തത്തിന്റെ എടുക്കുകയാണെങ്കിൽ അന്നയുടെ പഠിത്തം ടൂർ എങ്ങനെയായിരുന്നു? ആക്ച്വലി എത്ര മണിക്ക് എണീക്കും, എത്ര മണി, അതൊന്ന് പറഞ്ഞുതരാം. ഞാൻ മറ്റേ രാവിലെ എണീക്കുന്ന ആളായിരുന്നു. അപ്പൊ എക്സാം ഒക്കെ ആകുമ്പോൾ ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ എണ്ണീറ്റ് ഒരു 4:30 till 7:30 ഫസ്റ്റ് സ്ലോട്ട് ആയിരിക്കും. 7:30 കഴിക്കാൻ പോയിട്ട് പിന്നെ ഒരു 9 മണി തൊട്ട് 12 മണി വരെ നെക്സ്റ്റ് സ്ലോട്ട്. പിന്നെ തിരിച്ച് 2 മണിക്ക് പഠിക്കാൻ 2 to 5 നെക്സ്റ്റ് സ്ലോട്ട്. പിന്നെ ഒരു 6 to 7:30. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ വരാറ്. ദേവികയുടെ എങ്ങനെയായിരുന്നു? റീനു പറഞ്ഞ പോലെയാണ്. പക്ഷെ രാവിലെ എന്നുള്ളത് ഞാൻ രാത്രിയാണ് ഇരിക്കുന്നത്. ഞാൻ എണീക്കുമ്പോ ഒരു 8-9 മണിയാവും. പിന്നെ റീനു പറഞ്ഞ പോലെ കിടക്കുമ്പോ ഒരു 2-3 മണിയാവും രാത്രി. മനസ്സിലായി. പത്രമൊക്കെ ഭയങ്കരമായിട്ട് വായിക്കണം. എന്താണ് കൂടുതൽ റെഫർ ചെയ്യേണ്ടത്? നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് പുസ്തകങ്ങൾ ഒരുപാട് വായിക്കണം. എന്താണ് മെയിനായിട്ട്? ഇപ്പോൾ IAS പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ചിലപ്പോൾ സ്റ്റുഡൻസുകളൊക്കെ ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും.
അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ടിപ്സ് എന്തായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSC എക്സാം ഒരുപാട് ബുക്കിഷ് നോളജ് ചെക്ക് ചെയ്യുന്നതിലും ജനറൽ അവയർനെസ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ഇപ്പം കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്, അണ്ണാൻ കൂട് കൂട്ടുന്നത് മരത്തിന്റെ മണ്ടയിലാണോ മണ്ണിന്റെ അടിയിലാണോ എന്നുള്ളത്. ആണോ? എവിടെ? മരത്തിന്റെ മണ്ടയില്. പിന്നെ ചോദിച്ച ഏത് സ്പീഷീസ് ആണ് ഭക്ഷണം കണ്ടുപിടിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് കൂടുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുന്ന സ്പീഷീസ് ഏതാണ്? പെൻഗ്വിനാണോ? അതെ, കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു സ്പീഷീസ് ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ചിലപ്പോ തയ്യാറി വീഴും ചിലപ്പോൾ. നിങ്ങൾ ഇങ്ങനെ ഞാൻ IAS കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ചെറിയ ഇൻസെക്ട്, ചെറിയൊരു പറന്നൊക്കെ നടക്കുന്ന പക്കി, വേട്ടാവളയൻ, അതിന്റെ പേരെന്തായിരുന്നു സാധനം? ഇവിടെ ക്യാമറ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ, അങ്ങനത്തെ ജനറൽ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്, വാർഡ് അത് അങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ അവയർനെസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാന്ന് ചോദിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ ഈ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ബോധം ഉണ്ടോ എന്നാണ്, ബോധം ആണ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായി. നമ്മൾ ഈ ഐലാൻഡിലൊക്കെ ചെന്ന് കയറുമ്പോ തന്നെ ഈ ബോധം ചെക്കൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എടുക്കോളൂ അങ്ങനെ വല്ല? ടീച്ചർ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പേടിച്ചു പോവില്ല പറഞ്ഞേക്കാം. ഓക്കെ. ഇവിടെ എങ്ങനെയായിരുന്നു ദേവിക? പറഞ്ഞോ, എന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ആ സാധനം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചോദിച്ചു, കേട്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ്. അപ്പം റീനു പറഞ്ഞ പോലെ തന്നെയാണ്, അവയർനെസ് ആണ് വേണ്ടത്. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല കാര്യം പത്രം വായിക്കാന്നുള്ളതാണ്. ഇംഗ്ലീഷ് പത്രം വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതായാലും. നമ്മുടെ നാട്ടിലെ മലയാളം പത്രം, നാട്ടിലെ കാര്യങ്ങൾ അറിയുക, എഡിറ്റോറിയൽ പേജൊക്കെ ഒന്ന് വായിക്കുക, പത്രം വായിച്ച് ബോധം ഉണ്ടായിരിക്കുക. പിന്നെ ഇപ്പൊ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിത്തം മാത്രമായിട്ട് നടക്കാതെ സ്കൂളിലെ മറ്റ് ആക്ടിവിറ്റീസ്, കോളേജിലായാലും മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് ക്വാളിറ്റീസ് UPSC ഈ എക്സാം സൈക്കിളിലൂടെ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ ക്വാളിറ്റീസും ഈ പല പല കാര്യങ്ങളിൽ പങ്കെടുത്തും ഇങ്ങനെയുള്ള ജനറൽ അവയർനെസ് ഒക്കെ നേടി കുട്ടികൾക്ക് നേടാം. ഇതൊക്കെ കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റേജ് വരുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് UPSC ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാവാൻ പറ്റും. മനസ്സിലായി. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇനി നിങ്ങളെ കാണുമ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കില്ല, നിങ്ങൾ അതുക്കും മേലെ വലിയൊരു സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റട്ടെ. നിങ്ങൾ ഇനി പുറത്തൊക്കെ അല്ലേ പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്താ എന്തോ ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതെന്തായിരുന്നു സംഭവം? ഫോറിൻ സർവീസിലുള്ളവര് ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കും. അത് ഏത് വേണമെങ്കിലും പഠിക്കാം, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. പക്ഷെ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഉള്ള ലാംഗ്വേജ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം ദേവിക അറബി ചൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല, അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ സുഖമാണോ? അറിയാം. ഇല്ല, ഞാൻ ഊഹിച്ചു. ഇത് ശരിക്കും ഫോറിൻ ലാംഗ്വേജ് പഠിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ ഒരു എക്സാം എഴുതണം. ആൻഡ് ഇപ്പം അറബിയെ പഠിക്കുന്നെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവരുടെ റിട്ടേൺ എക്സാമും പാസ്സാവും. ഓക്കെ. അവിടെ ദേവിക അറബിക്കാണെങ്കിൽ ഇവിടെ ഏതാണ്? ഞാൻ മാൻഡറിൻ ആലോചിക്കുന്നുണ്ട്, തീരുമാനിച്ചില്ല. എന്തെങ്കിലും അറിയാമോ അതില്? മാൻഡറിനില് ഒന്നും അറിയാം, പഠിക്കണം. ഇത്രയും പഠിക്കാമെങ്കിൽ അതൊക്കെ സിമ്പിൾ ആയിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. കുറച്ച് ടൈം നമ്മൾ കുറെ നേരം സംസാരിച്ചു പോലത്തെ ഒരു ഫീല്. അടിപൊളിയാട്ടോ. അത് മനസ്സിൽ തട്ടി പറയാണ്. ഞാൻ ഈ ഇന്റർവ്യൂ എന്നും ഓർക്കും, നിങ്ങളെയും ഓർക്കും, നിങ്ങൾ എന്നെ ഓർക്കണം. ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും അങ്കിളാണ് ഞാൻ വന്നിട്ട് ഹായ് ഹായ് അന്ന, ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞില്ല, വെഡിങ്ങിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, വെഡിങ് റിസപ്ഷനിൽ. റേഡിയോയിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവരെ അതിന് ഉള്ള പണി നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ കല്യാണം വരില്ലേ? ഒരാൾ കഴിഞ്ഞു, ഇവിടെ അന്നയുടെ കല്യാണം എന്നാ? അതിന്റെ സമയം എടുക്കും. ഓക്കെ. താങ്ക് യു ഐലേൺ IAS അക്കാഡമി. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ടെങ്കിൽ ആരുടെത്തൊക്കെയാണ്? അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയാൻ ആദ്യം ഹസ്ബൻഡ്, അത് കഴിഞ്ഞ് ഫാമിലി, പിന്നെ പറയൂ ദേവിക. ഐലേണിലെ ഫാക്കൽറ്റീസ്, പിന്നെ ഈ ഓരോ സ്റ്റേജിലും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പിയർ മോക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ സ്റ്റേജിൽ. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇവരോടൊക്കെ തന്നെയാണ് നന്ദി പറയുന്നത്. ശരി. ഇവിടെ ഞാൻ ദൈവത്തിനോട് ആദ്യം പിടിച്ചു നിന്ന് ഞാൻ 4 വർഷം, ബിക്കോസ് ഓഫ് ഗോഡ്. പിന്നെ ഫാമിലി പറയുന്ന പോലെ അമ്മ, അപ്പൻ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. എനിക്കിവിടെ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആൽബിൻ ആൻഡ്
lot of people have been with me. പണ്ട് ഈ എഞ്ചിനീയേഴ്സ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ IAS പിള്ളേരുടെ പഠിത്തം. അതായത് ഈ പഠിക്കാൻ വേണ്ടി വരുന്ന ഇഷ്ടം പോലെ, ഇവിടെ തന്നെ ഞാൻ റോഡിൽ ഇറങ്ങിയാലും ചിലപ്പോൾ കല്ലി തട്ടിയിട്ടല്ല, IAS പിള്ളേരുടെ തട്ടിയിട്ടാണ് ഞാൻ. അങ്ങനെയൊക്കെയാണ്. രാത്രി ആയാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കും IAS ഇത്രയും സിമ്പിളാണോ പഠിക്കാൻ? ഭയങ്കര ഇതാണ്. ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമോ ഇതിൻ്റെ ഇടയിൽ? എങ്ങനെയാണ്? ഞാൻ എല്ലാ ദിവസവും ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, സ്വിമ്മിങ്ങോ ജിമ്മോ, പിന്നെ വീക്കെൻഡ്സിലൊക്കെ സൺഡേ ഒക്കെ പുറത്ത് പറ്റുമല്ലേ? ഓ പറ്റും. പിന്നെ ചിലരുണ്ട് ലൈക്ക് എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് കപ്പാസിറ്റി കൂടിയവരുണ്ട്. അവർ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പഠിക്കുന്നവരുണ്ട്. 2-3 മണിക്കൂർ ഡെയിലി പഠിച്ച് എക്സാം ക്ലിയർ ചെയ്തവർ വരെ ഉണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന്റെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യുണീക്കാ. ദേവിക എങ്ങനെ? ഞാൻ ഇരുന്ന് പഠിച്ച ആളാണ്, എന്നാലും ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. ഡെയിലി ബ്രേക്ക് എടുക്കും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മിക്കവാറും യൂട്യൂബിൽ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ. പേരെന്തുവാ പെറ്റ്സിന്? നീമോ, സിംബ, ചാർലി. ഇതിപ്പോ പെറ്റ്സ് ആണല്ലോ കൂടുതലുള്ളത്. അതെ, എന്റെ വീട്ടിൽ മനുഷ്യരെക്കാളും പെറ്റ്സ് ആണ്. ഓക്കെ, ശരി, അടിപൊളി. ആരാ റോൾ മോഡൽ ദേവികയുടെ? അങ്ങനെ ഇപ്പൊ ഒരു ആളിനെ കണ്ട് ചിലപ്പം ഇൻസ്പയർ ആയ ഒരു ആള് കാണുമായിരിക്കാം. ഒരുപാട് പേരുന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മ തന്നെയാണ്. അമ്മയാണ് ഞാൻ ജനിച്ച അന്നോട്ട് ജനിച്ചപ്പോഴേ അമ്മ ജോലിക്ക് പോകുന്നതാണ് കാണുന്നത്. ഇപ്പൊ ജോലിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അമ്മയുടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മ പിന്നെ മിക്ക അമ്മമാരെയും പോലെ തന്നെ മൾട്ടി ടാസ്കറാണ്. ഒരു റോൾ മോഡൽ എന്ന് പറയാനില്ല, ഒരുപാട് പേര് കാണുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കണ്ട ചിലപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ ക്യാച്ച് ചെയ്ത ഒരു സംഭവമാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ IAS പഠിക്കുന്ന ആള്. അത് ചിലപ്പം ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഈ ജോലിയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം, അത് ഭയങ്കര ഒരു ടാസ്ക്. അങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും വല്ലതും പഠിച്ച ആരെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടോ? അതിൽ ഓരോരുത്തരും പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഇപ്പം എനിക്ക് ഒരു പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിൽ ഞാൻ കിരൺ മുരളി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ കിരൺ മുരളി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തെ തന്നെ നോ ഹേറ്റേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കിരൺ മുരളി. ആൻഡ് സിൻസിയറിറ്റി അല്ലെങ്കിൽ ഒരു വല്ലാത്തിട്ട് ടെലിഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണത്തില്ല, ഇന്റഗ്രിറ്റി ഇഷ്യൂസ് പറയും. അങ്ങനെ ഒരു വല്ലാത്തൊരു മോറൽ ഹൈഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അത് എനിക്ക് എടുത്തു പറയാനുള്ള കിരൺ ഓൾറെഡി ഇപ്പൊ സർവീസിലുണ്ട്, ഇൻഫർമേഷൻ സർവീസിലുണ്ട്. കിരൺ കഴിഞ്ഞ തവണ മെയിൻസ് എഴുതുന്ന സമയത്ത് കിരണിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എറർ ഉണ്ടായിരുന്നു. കിരണിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് അടിച്ചു കിട്ടിയില്ല. അപ്പൊ കിരൺ എന്ത് ചെയ്തു, ഹാളിൽ എണ്ണീറ്റ് നിന്നിട്ട് പറഞ്ഞു എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എറർ ഉണ്ടെന്ന്. അപ്പൊ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ അടിച്ചു വിട്ട് എഴുതണം. അപ്പൊ അവിടെ തന്നെ എണ്ണീറ്റ് നിന്നിട്ട് അപ്പീൽ കൊടുക്കേണ്ടി വന്നു 10-15 മിനിറ്റ്. അപ്പൊ ഇറങ്ങി വന്നപ്പോ നമ്മളെല്ലാരും കിരണിനോട് സിമ്പത്തറ്റിക് കേട്ടോ, അയ്യോ എങ്ങനെയാണ് നീ ഹാൻഡിൽ ചെയ്തേ. കിരൺ പറഞ്ഞ ആദ്യ വാക്ക്, ഞാൻ കാരണം ഹാളിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണുമല്ലേന്ന്. ഞാൻ ദേഷ്യപ്പെട്ടു അത് കേട്ടിട്ട് പോയി പണിയൊക്കെ. അപ്പൊ എനിക്ക് പേഴ്സണാലിറ്റി വൈസ് എന്റെ ഒരു ഐഡൽ എന്ന് പറയുന്നത് മിക്കവാറും കിരൺ ആയിരിക്കും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുള്ളി ഐലാൻഡിലാണോ പഠിക്കുന്നത്? പുള്ളി ഐലാൻഡിൽ പഠിച്ചു, കഴിഞ്ഞ വർഷം ഇൻഫർമേഷൻ സർവീസിൽ കയറി അല്ലേ? എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. കൊള്ളാമല്ലോ പുള്ളി. പുള്ളി ഇപ്പോഴും എങ്ങനെ തന്നെ നിങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാല്ലേ? നല്ല എംപത്തി, ഭയങ്കര എംപത്തി ഉള്ള ഒരാളാ. അത്രയും എംപത്തി വേണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരു ഹൈ ലെവൽ ഓഫ് എംപത്തി. കൊള്ളാം, സ്റ്റോറി കൊള്ളാം. ഈ സ്റ്റോറി ആയിരുന്നു എനിക്ക് ആവശ്യം. കൊള്ളാം, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നേരത്തെ ഒരു ചാറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിക്കാനേ സമയമുള്ളൂ. നീമോ, ജിമ്മു, ഗിങ്ങു എല്ലാരും അന്വേഷിച്ചിട്ട് പറയണം. തീർച്ചയായിട്ടും. ശരി. ഇവിടെ ഞാനിപ്പം ഞങ്ങളിങ്ങോട്ട് കല്യാണത്തിന്റെ കാര്യം പറയായിരുന്നു. അല്ല, ഞങ്ങള് കയറി വന്നപ്പോ ക്ലബ് FM ടൺ കണക്കിന് ഫണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പറയും തള്ള വൈബിൽ ഇരിക്കുന്ന ഞങ്ങളൊക്കെ വന്നിട്ട് എന്ത് ഫണ്ടാക്കാനാന്ന് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ തന്തവൈബ് അതിന്റെ അകത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതിലാണ് നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. 1 വർഷം എനിക്ക് സമയമുണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാനും വന്ന് റാങ്ക് ഒക്കെ മേടിച്ചിട്ട് അപ്പുറത്തിരുന്ന് ഇതേപോലെ എന്നെ ഇന്റർവ്യൂ ആരെങ്കിലും നോക്കട്ടെ. അപ്പോൾ ഇവിടെ മാത്രമാണ് ടൺ കണക്കിന് ഫണ്ട്.